താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാഞ്ഞൂർ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ കുട്ടി കൃഷിക്കൂട്ടം പദ്ധതിക്ക് തുടക്കമായി. മാനേജർ ഫാദർ ജോയ് കണ്ണമ്പുഴ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളിൽ കൃഷിയോടുള്ള താൽപര്യം വർദ്ധിപ്പിക്കുന്നതിനും കൃഷിരീതികളെ പരിചയപ്പെടുത്തുന്നതിനും തിരഞ്ഞെടുക്കപ്പെട്ട 50 വിദ്യാലയങ്ങളിൽ കേരള ഗവൺമെന്റിന്റെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ നടപ്പിലാക്കുന്ന കുട്ടി കൃഷിക്കൂട്ടം പദ്ധതി മാനേജർ ഫാദർ ജോയ് കണ്ണമ്പുഴ ഉദ്ഘാടനം ചെയ്തു. കേരള ഗവൺമെന്റിന്റെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എറണാകുളം ജില്ലയിൽ തന്നെ ഏകദേശം 50 സ്കൂളുകൾ പ്രത്യേകം തിരഞ്ഞെടുത്ത് അവിടെയെല്ലാം കുട്ടി കൃഷിത്തോട്ടം നടപ്പിലാക്കുന്ന ഒരു പദ്ധതി ഇന്ന് കാഞ്ഞൂർ സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലും ആരംഭിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ജീവൻ തന്നെ നിലനിൽക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ആശ്രയിച്ചാണ്. പലപ്പോഴും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്ത് ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയാണ് പതിവ്. അത് തമിഴ്നാട്ടിൽ നിന്നായാലും ആന്ധ്രാപ്രദേശിൽ നിന്നായാലും അവിടെ നിന്നൊക്കെ നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും പലവട്ടം പരീക്ഷിച്ച് നമ്മളതിൻ്റെ നിജസ്ഥിതി മുഴുവൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. വിഷലിപ്തമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിച്ച് നമ്മുടെ ആരോഗ്യം നശിക്കുകയും നമ്മൾ മാരകമായ രോഗത്തിന് അടിമപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ്. ഇതിനൊരു പരിഹാരം എന്താണ്? നമ്മൾ തന്നെ അതിന് പരിഹാരം കണ്ടെത്തിയേ പറ്റുള്ളൂ. ഒരുപക്ഷെ കൃഷി ചെയ്യാൻ മാത്രമുള്ള സ്ഥല സൗകര്യങ്ങളൊക്കെ നമുക്ക് കുറവാണെങ്കിലും ഓരോ വീട്ടിലും ചെറിയ സാഹചര്യങ്ങളിൽ പോലും ഗ്രോ ബാഗ് മുതലായോ അല്ലെങ്കിൽ ടെറസിൽ കൃഷി ചെയ്തോ, പക്ഷേ നൂതന കൃഷി രീതികൾ അഭ്യസിച്ചുകൊണ്ട് കൃഷി നമ്മൾ സ്വായത്തമാക്കിയാൽ, ആ രീതികൾ അവലംബിച്ചാൽ ഈ പ്രശ്നത്തിന് കുറേയൊക്കെ പരിഹാരം നേടാൻ നമുക്ക് കഴിയും. വളർന്നു വരുന്ന മനസ്സിൽ തന്നെ കൃഷിയോടുള്ള നല്ല ആഭിമുഖ്യം വളർത്താൻ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ സഹായകമായി തീരും എന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. എല്ലാവർക്കും ആഗ്രഹമുണ്ട് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ നല്ലത് കിട്ടണമെന്ന്. പക്ഷെ അത് അവിടെ നിന്ന് കിട്ടുന്നത് മുഴുവൻ വിഷലിപ്തമായ സാധന സാമഗ്രികൾ. അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കൾ വാങ്ങി കഴിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന ദോഷവശങ്ങളെക്കുറിച്ച് നമ്മൾ വളരെയേറെ ബോധവാന്മാരാണ്. നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ കടകളിൽ ചെന്നത് വാങ്ങി കഴിക്കുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മുടെ ജീവിതം തന്നെ ദുസ്സഹമായി തീരുന്നു, മാരകമായ രോഗത്തിന് അടിമപ്പെടുന്നു. ഇതിന് പരിഹാരം നാം തന്നെ കണ്ടെത്തിയേ പറ്റുള്ളൂ. കൃഷിയിലേക്ക് മടങ്ങുക, മണ്ണിലേക്ക് മടങ്ങുക. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ ഡെപ്യൂട്ടി മാനേജർ ദീപ എ കൃഷിരീതികളെക്കുറിച്ച് ക്ലാസ് നൽകി. ഹെഡ് മിസ്ട്രസ് ഷാലി ജിമ്മി, PTA പ്രസിഡന്റ് A സന്തോഷ്, ജോസഫ് ജോയ് എന്നിവർ സംസാരിച്ചു. പദ്ധതിയുടെ ഭാഗമായാണ് നാം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. പാഠപുസ്തകങ്ങൾക്കകത്തും ക്ലാസ് റൂമിനകത്തും നിരന്തരം വിദ്യാഭ്യാസ